ഹലോ, ടെക്നോളജിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 3D പ്രിന്റിങ്ങും കൊറോണയും തമ്മിൽ എന്താണ് ബന്ധം? പ്രത്യക്ഷത്തിൽ ഇവ തമ്മിൽ ഒരു ബന്ധമില്ല. പക്ഷേ റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് അല്ലെങ്കിൽ 3D പ്രിന്റിംഗ് എങ്ങനെയാണ് ഇതുപോലുള്ള മെഡിക്കൽ എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് ഉപകാരപ്രദമാകുന്നത് എന്നതിനുള്ള കുറച്ച് ഉദാഹരണങ്ങളാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകളുടെ അപ്ഡേഷൻ ലഭിക്കുന്നതിനായി ആ ബെല്ലൈക്കൺ കൂടി അനേബിൾ ചെയ്യുക. നമുക്കറിയാം, കൊറോണ വൈറസ് ബാധ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന ഒരു രാജ്യമാണ് ഇറ്റലി. ഇറ്റലിയിലെ രോഗബാധിത പ്രദേശങ്ങളിലൊന്നായ ബ്രസീലിലെ ഒരു ഹോസ്പിറ്റലിൽ ഐസൊലേഷൻ വാർഡിലെ റീആനിമേഷൻ ഡിവൈസിൽ ഒരു വാൽവിന് ക്ഷാമം അനുഭവപ്പെട്ടു. ഈ വാൽവിന്റെ നിർമ്മാണ വിതരണക്കാരെ ബന്ധപ്പെടാൻ കഴിയാതെന്ന സാഹചര്യത്തിൽ ഇറ്റലിയിലെ മിലാനിലെ ഫാബ് ലാബുകളുടെ നേതൃത്വത്തിൽ ഇത്തരം വാൽവുകൾ 3D പ്രിന്റ് ചെയ്ത് നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് 3D പ്രിന്റിംഗ് അല്ലെങ്കിൽ റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് എന്ന ടെക്നോളജി ഈ ഒരു മെഡിക്കൽ എമർജൻസിയിൽ എങ്ങനെ യൂസ്ഫുൾ ആകുമെന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. ഇതുപോലെ തന്നെ 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ ഈ ഒരു സാഹചര്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മറ്റു രണ്ട് ഉദാഹരണങ്ങളാണ് ഹോങ്കോങ്ങിലും ചൈനയിൽ നിന്നും നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടെയുള്ള ഹോസ്പിറ്റലുകളിൽ മെഡിക്കൽ സ്റ്റാഫിന് വേണ്ട ഫേസ് മാസ്ക്, ഫേസ് ഷീൽഡ്, സേഫ്റ്റി ഗോഗിൾസ് തുടങ്ങിയ ഉപകരണങ്ങൾ 3D പ്രിന്റിംഗ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. 3D പ്രിന്റിംഗ് ടെക്നോളജി യൂസ് ചെയ്യുന്ന കമ്പനികളാണ് ഇവിടേക്ക് ആവശ്യമായ ഇത്തരം മെഡിക്കൽ എക്യുപ്മെന്റ്സുകൾ ലഭ്യമാക്കുന്നത്. ചൈനയിലെ കൊറോണ ഐസൊലേഷൻ സംവിധാനങ്ങൾ നമ്മൾ ഇവിടെ കണ്ടതാണ്. ഏതാണ്ട് 2 മണിക്കൂർ സമയം കൊണ്ട് 3D പ്രിന്റ് ചെയ്തെടുത്ത ഐസൊലേഷൻ യൂണിറ്റുകളാണ് അവർ ചൈനയിൽ സ്ഥാപിച്ചത്. ഏകദേശം 2 പേർക്ക് താമസിക്കാവുന്ന AC ബാത്റൂം സൗകര്യങ്ങളോട് കൂടിയ ഒരു ഐസൊലേഷൻ സംവിധാനം 3D പ്രിന്റ് ചെയ്തെടുത്തുകൊണ്ടാണ് അവർ ചൈനയിൽ സ്ഥാപിച്ചത്. ഏകദേശം 2 മണിക്കൂർ സമയം കൊണ്ട് 3D പ്രിന്റ് ചെയ്തെടുത്ത ഇത്തരം ഐസൊലേഷൻ യൂണിറ്റുകൾ ഈ ഒരു സാഹചര്യത്തിൽ എത്രത്തോളം ഫലപ്രദമാണ് എന്നത് നമ്മളെ കാണിച്ചു തരുന്നു. അതുപോലെ നമ്മൾ മേക്കേഴ്സ്, എഞ്ചിനീയേഴ്സ്, അതുപോലെ ഡോക്ടേഴ്സ് ഈ 3 വിഭാഗത്തെയും ഒന്നിച്ചു ചേർക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആഗോളതലത്തിൽ രൂപീകരിച്ചു വരുന്നു. ഇപ്പോൾ നമുക്ക് കുറവ് അനുഭവപ്പെടുന്ന മെഡിക്കൽ ഉപകരണങ്ങളും മറ്റ് ഇന്നോവേഷൻസും ചർച്ച ചെയ്യാനും അവ ഷെയർ ചെയ്യാനുമായിട്ടാണ് ഈ ഒരു കമ്മ്യൂണിറ്റി രൂപീകരിച്ചിട്ടുള്ളത്. ഓപ്പൺ സോഴ്സ് COVID-19 മെഡിക്കൽ സപ്ലൈസ് എന്നാണ് ഈ ഒരു ഗ്രൂപ്പിന്റെ പേര്. ഈ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. 3D പ്രിന്റിംഗ്, റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് മേഖലകളിലും അതുപോലെ എഞ്ചിനീയറിംഗ് മേഖലകളിലും വർക്ക് ചെയ്യുന്ന നമ്മൾ ഓരോരുത്തർക്കും ഇത്തരം പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവാനുള്ള ഒരു അവസരമാണ് ഇതിലൂടെ എത്തിയിരിക്കുന്നത്. നമ്മളാൽ കഴിയുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് നമുക്കും ഈ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവാം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ദിസ് ഇസ് മീ അരുൺ, സൈനിങ് ഓഫ് ഫ്രം ടെക്നോളജീസ്.